ഹലോ, ജയശങ്കരല്ലേ? ഹലോ ഹലോ. ജയശങ്കറിന്റെ വീടല്ലേ? അതെ. ഫോണൊന്ന് ജയശങ്കറിന് കൊടുക്കാവോ? ചേട്ടൻ സ്ഥലത്തില്ല, ദുബായിലാ. ആരാ സംസാരിക്കുന്നത്? പറയാം. നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. What? What do you say? നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? എന്റെ മോള് ശ്രേയ. മാഡത്തിന് വിശ്വാസം ആയില്ലല്ലേ? മോളോട് തന്നെ സംസാരിക്കേ. നിന്റെ മമ്മിയാ? ഫോണിങ്ങ് താടോ. ഫോണൊക്കെ തരാം. ആദ്യം നിന്റെ മമ്മിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് കരയണം. അല്ല, അതാണല്ലോ എന്റെ രീതി. ഗീവ് ഒക്കെ ചെയ്യാം, പക്ഷേ കിഡ്നാപ്പിന്റേതായിട്ടുള്ള പല രീതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോൾ ആദ്യം ഒന്ന് കരടി. അമ്മണി, എന്താ ചെയ്യാ? അവന്റെ കിടാമണ്ടി പൊട്ടിന്ന് തോന്നണേ. എന്റെ വയ്യോ, അവളെ എന്റെ എല്ലാം ചവിട്ടി പൊട്ടിച്ച് ദർവേ കുജേ. ഓ അമ്മേ. എന്താ പറ്റിയേ ചേച്ചി? നമ്മുടെ മോള്. അയ്യോ, ഹലോ. മാഡത്തിന് വിശ്വാസമായില്ലേ? മോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം ജയശങ്കർ തരുന്നവരെ. അറിഞ്ഞില്ലേ ഞാൻ? അദ്ദേഹം ദുബായിലാണ്. എന്റെ മോള് അവളെ ഉപദ്രവിക്കരുത്. മകളെ ജീവനോടെ വേണമെങ്കിൽ അയാളോട് അവിടെ കിടന്ന് ചുറ്റിത്തിരിയാതെ വേഗം നാട്ടിലോട്ട് വണ്ടി കയറാൻ പറ. പ്ലീസ്, എന്റെ മോള് നിങ്ങൾ ഒന്നും ചെയ്യരുത്. നീ ഫോൺ ചെയ്യ്, പോലീസിനെ വിളിക്ക. അത് വേണോ മാഡം? തൽക്കാലം നമുക്കത് വേണ്ട. പോലീസ്, സൈബർ സെൽ അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി മോളുടെ ജീവൻ അപകടത്തിലാക്കണോ? ഗുഡ്. ജയശങ്കറിനെ കിട്ടുകയാണെങ്കിൽ പറഞ്ഞേക്കണം. I'll call you back. ഞങ്ങൾ എന്തിനാ കെട്ടിയിട്ടിരിക്കണേ? ഇതൊന്നും അഴിക്കേ. ഞങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? പ്ലീസ്. ഒക്കെ ആകാം, പക്ഷേ എല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രം. എന്തായേ മനുഷ്യനോട് ശ്വാസം മുട്ടിയിരിക്കുക? ദേവസ്വന് പോണ്ടെങ്കിൽ പോണ്ട, ഞങ്ങൾക്ക് പോണം. എനിക്കും പോണം. ഇന്ന് ടോയ്ലറ്റിൽ ഒരു ഇടിയാവും. ഇപ്പൊ സമയം 6:35. 1 മണിക്കൂർ. കൃത്യം 7:35 എല്ലാരും റെഡി ആയി ഇവിടെ തിരിച്ചു വന്നോളണം. മനസ്സിലായോ? അറിയാം. പെട്ടെന്ന് അഴിച്ചു കൊടുക്കാം. എനിക്ക് ആദ്യം മമ്മി ബാത്റൂമിൽ പോയി. ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരാൾ കൂടി ഉണ്ടല്ലോ. ആര്? അത് ശരിയാണല്ലോ. അവളെവിടെ? റാണി. അവളുടെ കാര്യം ഓക്കായിടി. ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കരുതെന്ന് പല പ്രാവശ്യം അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇതെല്ലാ ലേഡീസ് സർവന്റിനും ഒരു പാഠമായിരിക്കട്ടെ.
കൂടിയാൽ ഒരു 15 മിനിറ്റ്. അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം. ഇത്ര ഉള്ള ഇതിനായിരുന്നു ഇത്ര വലിയ ആഡംബരം. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് കരുതി ഇത്രയും ഫാസ്റ്റ് ആക്കണ്ട, എല്ലാവർക്കും വേണം. എന്താ നിനക്ക് വേണ്ടേ? വേണ്ട, കഴിക്കുമോളെ. വിശന്നിരുന്ന എങ്ങനെയാ? മോള് കഴിക്ക്. ഇതിപ്പോ തീരുവേ, വേഗം എടുത്ത് കഴിച്ചോ. ഗ്യാപ്പി കയറാടാ. നീ ഞാൻ കഴിച്ചാ മതി. അവന്റെ ഒരു സ്നേഹം. What is it? റബ്ബർ ഷീറ്റോ? ഇതെങ്ങനെ കഴിക്കും? I need pizza. പക്ഷേ No, I want pizza. Chicken pizza. പിന്നെ മോഹം വെളുപ്പാങ്കാലത്തല്ലേ പീച്ച, വേണം തിന്നിട്ട് പോടി. അതെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നൊന്നും അല്ലല്ലോ, ആണോ? അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. Am I correct? ഞങ്ങൾ നിന്റെ സമ്മതക്കാരൊന്നുമല്ല നിനക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിത്തരാൻ. നിങ്ങൾ ഫോണിങ്ങിതാ. വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ വരുത്തി കഴിച്ചോളാം. അത് വേണ്ട. എന്താ ചെയ്യ? ഇങ്ങനെയുണ്ടോ ജന്മങ്ങൾ? മരിക്കാൻ പോകുമ്പോഴാ സീരിയല് കാണുന്നത്. അവളിങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അച്ഛാ. കഴിവതും ഞാൻ അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല. എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഇവിടെയുള്ളൂ. ഞാൻ ഒരിക്കലും അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ അവളെ ജോലിക്കാരിയാക്കുക എന്നൊക്കെ പറഞ്ഞു. മാസ പദ്ധതിക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രധാന വാർത്തകൾ. പ്രമുഖ വ്യവസായിയും JS ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ജയശങ്കറിന്റെ മകളെ അജ്ഞാതരായ ചിലർ തട്ടിക്കൊണ്ടുപോയി. JS ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാൾ കൂടിയായ ശ്രേയ ശങ്കറിനെ അവരുടെ ഉടമസ്ഥതയിലുള്ള JS മൾട്ടിപ്ലക്സിൽ നിന്നുമാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മോള് കരയണ്ട, സമയദോഷം എന്ന് കരുതി സമാധാനിക്കാം. ഈ മമ്മിയുടെ ഒരു കാര്യം, ഇതിന്റെ പഴയ സ്റ്റില്ല. എന്തായാലും ഈ ഒരു ഒറ്റ കിഡ്നാപ്പിലൂടെ ഞാൻ സ്റ്റാർ ആയത് തന്നെ. തട്ടിക്കൊണ്ടുപോയവർക്ക് തീവ്രവാദി സംഘവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. എന്റെ ഗീവർഗീസ് പുണ്യാണ് തീവ്രവാദികളാ. എന്റെ കർത്താവേ, ഇതുവരെ കടക്കാരെ കൊണ്ടായിരുന്നു ശല്യം. ഇപ്പതേ നിന്നെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ നീ ഒരു തീവ്രവാദി ആയിരിക്കും. ഇങ്ങനെ വിളിച്ചു പോയിട്ട് എന്താ ഫലം? നീ മിണ്ടരുത്, നിന്നെ കൊന്നുകളയും ഞാൻ. എന്റെ പൊന്നു തീവ്രവാദി സഹോദര, ഈ പെങ്കൊച്ചിനെ കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് പോ. പോലീസും ചാനലുകാരും വന്ന ചത്തുപോയ ബില്ലാദം വരെ എന്റെ കസിൻ ബ്രദർ ആണെന്ന് പറയും. ഞാൻ എന്തേ തീവ്രവാദിച്ച എന്റെ കാല് പിടിക്കാം. സന്തോഷായി. ഒരു നിമിഷം വഹിക്കണ്ട, വെച്ചോളൂ, ധൈര്യമായിട്ട് വേണ്ടി വെച്ചോളൂ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ആരാ നോക്കൂ? ഇന്ത്യക്ക് പുറത്താ? വീടിന് പുറത്ത്. വീടിന് പുറത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. തൊപ്പി വെച്ചാളാ. ഇവിടുന്ന് എന്തായാലും നല്ല ടിപ്പ് കിട്ടും, അത് ഉറപ്പാ. ആരാ? ഡോർ തുറക്ക. അല്ല, തുറക്കുമ്പോ എന്തെങ്കിലും തുറക്കണോ? ഓ, ഗുഡ് മോർണിംഗ്. പിസക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ലേ? അല്ല എന്റെ കാശ് ഇപ്പൊ പോയിക്കോ, ഇവിടെ ഭയങ്കര കുഴപ്പടാ. ചേട്ടാ ഇതെന്ത് പരിപാടി ഇത്? കൊടുക്ക. 1200 രൂപയാ, ഇൻക്ലൂഡിംഗ് സർവീസ് ചാർജ്. നിന്നെ ഞാൻ പുറത്തേക്ക് പട്ടി. നിന്ന് താളം ചവിട്ടാതെ കാശ് കൊടുക്കണു. എന്റെ കയ്യിലില്ല. ഈ തോക്കാണ് സത്യം. 1000 രൂപ പോയിട്ട് 50 രൂപ കണ്ട കാലം മറന്നു. നിങ്ങൾ ചുമ്മാ തർക്കിക്കാതെ കാശെടുക്കാൻ നോക്കുന്നു. കടയിൽ ഇത് വലിയ മര്യാദക്ക് അവനെ പറഞ്ഞു. കാശില്ലാതെ അവൻ പോവില്ലെന്ന്. ഇത് കാശരാതെ തന്നെ പറ്റിക്കാനുള്ള പരിപാടിയാ. അങ്ങനെ തന്നെ പറ്റിക്കണ്ട. ഇയാളെങ്ങനെയാണ് കളിക്കാതെ കാശ്
1000 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കേറണ്ട കേറണ്ടെന്ന്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? ഇനി ഈ ബില്ല് പ്രകാരമുള്ള കാശ് കിട്ടിയിട്ട് നീ പോയാ മതി. ഇപ്പൊ വെടിവെക്കണ്ട, കുറച്ചു നേരം ഇവിടെ കളിക്കട്ടെ, എന്നിട്ട് പിന്നെ വെടിവെക്കാം. ഇനിയിപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ആ പിസ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് പോയി കിടന്നു. മിണ്ടി പോരുത്, ചുട്ട് കരിച്ചു കളയും ഞാൻ. എന്ത് ഇത് കൊച്ചുകുട്ടികളെ പോലെ കാശിലേക്ക് പറഞ്ഞാ പോരെ? ഇത് വാങ്ങ്. എന്തിനാ വാങ്ങ്, എന്നിട്ട് എനിക്ക് തിരിച്ചാ. അപ്പൊ ഞാൻ ബാക്കി തരാം. ഇനിയിപ്പോ ബാക്കി തന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് ടിപ്പ് തന്നു വിചാരിച്ചാ മതി. എന്നാ പോട്ടെ, രക്ഷപ്പെട്ടു. അവിടെ നിക്കടാ. നീ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് പോണം. നിനക്ക് പോയിട്ട് കൊച്ചിന് മുല കൊടുക്കാനൊന്നുമില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കേറണ്ട കേറണ്ടെന്ന്. അതല്ലേ എന്നെ മോലാളി തിരക്കും. തിരക്കാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വിളിയടാ നിന്റെ മുതലാളിയെ. വിളിക്കാം.